ഹൈ ഗൈസ്, അങ്ങനെ SR വേഴ്സസ് RR കളി കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച IPL മാച്ചാണ്. 280 SR അടിച്ചത്. നമുക്ക് ഓൾറെഡി അറിയാൻ കഴിഞ്ഞാൽ അവർ 300 അടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടീം IPL തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയായിരുന്നു. അതായത് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ക്ലാസ് മതി. ഇതിന്റെ കൂടെ പാരോ വന്നു, ഇഷാൻ കിഷൻ വന്നു. ആകെ ഇത്രയും മതി അവർക്ക്. അതായത് അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും കൂടി ഭയങ്കര അടിപൊളി തുടങ്ങണം. പെട്ടെന്ന് തന്നെ അവൻ ഔട്ടായെങ്കിലും അഭിഷേക് ശർമ്മ ഔട്ടായെങ്കിൽ അത് ഇഷാൻ കിഷൻ വന്നു. മുംബൈ ഇന്ത്യൻസിന് എടുത്ത് മാറ്റി പറിച്ചു കളഞ്ഞതിന്റെ കാലിപ്പ് മൊത്തം തീർത്തിട്ടുണ്ട്. അടിയോടടിയായിരുന്നു. അതായത് പിന്നെ പോരാതെ ഫീൽഡിംഗും ഭയങ്കര അഴിഞ്ഞു കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അടിയുടെ പൂരപ്പുറമായിരുന്നു. ആർച്ചറൊക്കെ പേരപ്പുറത്ത് ഇരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയ കാര്യം സന്ദീപ് ശർമ്മയ്ക്ക് പവർ പ്ലേയിൽ ഓവർ കൊടുത്തില്ല. കാരണം സന്ദീപ് ശർമ്മ അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്കറിയാം സന്ദീപ് ശർമ്മ എന്തായിരുന്നു ക്യാപ്റ്റൻ. എന്താ നമുക്ക് കാണാനുണ്ടായിരുന്നു. പവർ പ്ലേയിൽ ബോളിംഗ് ഇത് കൊടുത്തും ചേഞ്ചും അതൊക്കെ ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്കറിയാലോ ആദ്യത്തെ ക്യാപ്റ്റൻസിയിൽ ആദ്യത്തെ കളിയാണ്. പിന്നെ ടോസ് കിട്ടി ബോളിംഗ് എടുത്ത് തന്നെ നമുക്കറിയാം SRന്റെ ബാറ്റിംഗ് കറക്റ്റായിട്ട് അറിയാം. അതായത് ചേസ് ചെയ്യാൻ അവർക്ക് എന്തായാലും പറ്റുന്നതുകൊണ്ട് തന്നെയാണ് എത്ര എടുക്കണം അതിന് ചേസ് ചെയ്യാൻ ചോദിച്ചത്. പിന്നെ ആ കാറുള്ള ആകെ 5-6 ബാറ്റ്സ്മാൻമാരാണ്. അതിൽ തന്നെ സഞ്ജു സബായിട്ട് വന്നു, ഇമ്പാക്ടറായിട്ട് വന്നു. സഞ്ജു നമ്മുടെ ജയ്സ്വാൾ ഓപ്പൺ ചെയ്ത് ജയ്സ്വാളിന്റെ വമ്പം കാച്ചു ഒരു അഭിനവ് മനോഹർ എടുത്തത് അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ സഞ്ജു ഒട്ടും സഞ്ജുവിനെ മറിച്ചില്ല. സഞ്ജു അടിയോടായിരുന്നു. പിന്നെ പരാഗ് വെറും പാഴായി പോയി. പട്ടം പൊക്കി കൈയിട്ട് കൊടുത്തു. അതേപോലെ തന്നെ നിതീഷ് റെഡ്ഡി കൊൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഉടുക്കത്തടിയായിരുന്നു. പക്ഷേ വെറും പാഴായി പോയി. അതിൽ പക്ഷേ ധ്രുവ് ജുറയിൽ നന്നായിട്ട് അവൻ വിക്കറ്റ് പോകാൻ ചെയ്തത്. അവൻ നന്നായിട്ട് സിക്സ് നല്ല പക്ക ഇതായിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ ഔട്ടായതോടുകൂടി അപ്പം തന്നെ ജുറയിൽ ഔട്ടായി. പിന്നെ അപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. പിന്നെ അവസാനം എത്മേറും ശുഭം ദൂരെയും കൂടി വന്നിട്ട് അടിച്ചെങ്കിലും എത്തില്ലായിരുന്നു. പക്ഷേ എന്നാലും വെറും 44 റണ്ണിനെ തോറ്റേന്ന് ചെയ്യും. 280 ചെയ്ത് 240 സംതിങ് എത്തി. 44 റൺസിനെ തോറ്റേ. തോക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ ബോളിംഗാണ്. കാരണം അത്രയും പഴം ബോളിംഗ് പാട്ട ഫീൽഡിംഗ്. ഫീൽഡിംഗ് രണ്ട് ടീമിൻ്റെ കണക്കായിരുന്നു. കുറേ ഡ്രോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പക്ഷേ അത്രയും നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് തോറ്റത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഒരു ബാറ്റിംഗ് ഇല്ല. ഈ ബട്ട്ലർ പോയ ആ ഒരു സ്ഥാനത്ത് ഒരാളില്ല. ബട്ട്ലർ ഉണ്ടായിരുന്നു ഇതായിരിക്കില്ലായിരുന്നു ചിലപ്പോൾ അറിയില്ല. ആ ഒരു പൊസിഷനിൽ ഒരാൾ ഉണ്ടായിരുന്നില്ല കളിക്കാൻ വേണ്ടി. ആ കാര്യമൊക്കെ സഞ്ജു, ജയ്സ്വാൾ, ഹെഡ്നർ, ജുറയിൽ ഇവരൊക്കെ ഒന്നും ഒരു ജുറയിലും മറ്റേ പരാഗും ഒക്കെ എവിടെ കളിച്ചില്ല. നിതീഷ് റെഡ്ഡിയും കളിച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് തോക്കാനുള്ള കാരണം. അടുത്ത കളി നമുക്ക് പിടിക്കാമെന്ന് വിചാരിക്കാം. ഇനി CSK മുമ്പ് കളിയാണ്ടിരിക്കണം. ഓക്കെ, നോക്കണം. ഓക്കെ, ബൈ.